ലാലേട്ടൻ പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ അവറുകളെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. തൃശ്ശൂരിലെ ഏറ്റവും പുണ്യവും പരിപാവനമായ ഒരു സ്ഥലത്ത് നിന്നാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ ഈ യുവജനോത്സവത്തിൻ്റെ കുട്ടികളോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു, ഒരു പുണ്യമായിട്ട് കരുതുന്നു. അതിന് ഇടവരുത്തി തന്ന വടക്കും നാഥനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. നമഃശിവായ. ഈ കലോത്സവത്തിൽ വിജയികളായവരും വിജയിക്കാത്തവരും പങ്കെടുത്തവരും പങ്കെടുക്കാനാവാത്ത പോയവരുമായ എല്ലാ കുട്ടികളോടും എനിക്ക് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളിലെ കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയെ ഈ വേദിയിലേക്ക് മാത്രമായി ചുരുക്കരുത്. നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളുടെ ആകാശം അനന്തമാണ്. നിങ്ങളിലെ കലാകാരനെ മിനുക്കിയെടുക്കുക, പരമാവധി അവസരങ്ങൾ വിനിയോഗിക്കുക. നിങ്ങളുടെ കലയോടുള്ള ആത്മാർത്ഥമാണെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഞാനിത് പറയുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ്. ഇന്നിവിടെ സമാപിക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമ്മാനാർഹരായ എല്ലാ പ്രതിഭകളെയും കലാതലവും പ്രതിഭയായി പോയിൻ്റ് നിലയിൽ മുന്നിലെത്തിയ സ്കൂളുകളും എല്ലാവരെയും അകന്നറിഞ്ഞ് ഞാൻ ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനും ഇതിന് നേതൃത്വം കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ മഹാമേള വിജയമാക്കി തീർക്കാൻ അക്ഷീണം പ്രയത്നിച്ച ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും അനധ്യാപകരെയും സ്റ്റുഡൻറ്റ് കേഡറ്റുകളെയും സ്റ്റുഡൻറ്റ് പോലീസിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതിൽ ഉപരി ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്കൂളുകൾ ഇപ്പം 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നുള്ള BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ്. ജാതിമത വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം ആണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ 12 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും മികച്ച സ്കൂളായി തുടരുകയാണ്. ഇവർ തുടർച്ചയായ 13ാം തവണയും കലോത്സവത്തിൽ ഒന്നാമതെത്തുന്നു. ഗുരുകുലം സ്കൂളിലെ കുട്ടി കലാകാരന്മാരെയും കലാകാരികളെയും ഹാർദമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ള, കഴിഞ്ഞ വർഷം കേരളത്തിനെ ആകെ വേദനിപ്പിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് 50 ദിവസം കൊണ്ട് 50 ലക്ഷം രൂപ സമാഹരിച്ച് ഗുരുകുലം സ്കൂളിനും അവിടുത്തെ ഹോപ്പ് എന്ന ജീവകാരുണ്യ സംഘടനയ്ക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതൊരു മത്സരമല്ല, ഇതൊരു ഉത്സവമാണ്, അല്ലേ? എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. ഒരിക്കൽ കൂടി വടക്കുംനാഥനുള്ള പ്രാർത്ഥന നേരുന്നു. നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.